നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വേണം. സ്തുതിക്കും സ്തോത്രത്തിനും ശക്തിക്ക് യോഗ്യനായ ആമേ സ്തോത്രം നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്ക വേണം. കർത്താവെ, ഈ എളിയവർ യോഗ്യരാക്കി തീർത്ത നിന്റെ കൃപയ്ക്കായ സ്തോത്രം. നിന്റെ സാന്നിധ്യം മാത്രമേ കർത്താവെ ഞങ്ങൾക്ക് സൗഖ്യം നൽകുകയുള്ളൂ. നിന്റെ സാന്നിധ്യം മാത്രമേ ഞങ്ങൾക്ക് പുനരുദ്ധാന ശക്തി തരികയുള്ളൂ. നിന്റെ സാന്നിധ്യം മാത്രമേ ഞങ്ങൾക്ക് ജീവൻ നൽകുകയുള്ളൂ. ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ, ശാരീരികമായ, മാനസികമായ, ആത്മീയമായ ബലഹീനതകൾക്ക് മീതെ ആ ക്രൂശിൽ കർത്താവ് നീ നിവർത്തിച്ച സ്നേഹത്താൽ കവിഞ്ഞുകൊണ്ട്, നിന്റെ കൃപയാൽ കവിഞ്ഞുകൊണ്ട് തന്നെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, അവിടെ ഹൃദയങ്ങളെ, ബുദ്ധിമണ്ഡലത്തെ, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ നിന്റെ പ്രായശ്ചിത്ത രക്തം ഏതുവായിട്ട് നിന്റെ നാമത്തിൽ സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. പരിസരങ്ങളെ, ഈ ശബ്ദം കടന്നിരുന്ന പരിസരങ്ങളെ നിന്റെ നാമത്തിൽ വിശദീകരിക്കുന്നു. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തെ നിന്റെ നാമത്തിൽ വിശദീകരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവമേ, ബുദ്ധിമണ്ഡലത്തെ തുറന്നാട്ടെ, ആത്മീയ ചെവികളെ തുറന്നാട്ടെ, വചനത്തിൻ്റെ പൊരുളകൾ ഗ്രഹിപ്പിച്ച് തന്നാട്ടെ. പിതാവ് ദൈവത്തിൻ്റെ ആകർഷണത്താൽ കൂട്ടിവരുത്തിയ ജനത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. സ്തോത്രം. ഇന്ന് നമുക്ക് അധികം ഇൻട്രൊഡക്ഷനിലേക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ തന്നെയും ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച വിഷയങ്ങളെക്കുറിച്ച് കൊണ്ട് അല്പമായിട്ടൊന്ന് ചിന്തിക്കുകയാണ്. ഒന്നാം മനുഷ്യനെ, ആദാമിനെ, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വരെ വാക്യങ്ങളും 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അവയെ പൊടിയിൽ നിന്ന് അവൻ്റെ ശരീരത്തെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അങ്ങനെ മനുഷ്യന് ശരീരം, പ്രാണൻ, ആത്മാവ് എന്ന് 3 ഘടകങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആമേ സ്തോത്രം. എന്നാൽ അവന് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാളും അധികമായിട്ട് ആമേ സ്തോത്രം സെൽഫിന്, സ്വന്തം മോഹത്തെ അനുസരിക്കാൻ അവൻ കാരണമായി തീർന്നു. അതിനാൽ അവൻ്റെ ജീവന് ആധാരമായിരുന്ന, അവൻ്റെ ആത്മീക ജീവന് ആധാരമായിരുന്ന ദൈവ തേജസ് അവനിൽ നിന്ന് വിട്ടുപോവുകയും അവന് നൽകപ്പെട്ടിരുന്ന ഫ്രീ വില്ലിനാൽ, അല്ലെങ്കിൽ അവൻ്റെ നാച്ചുറൽ എബിലിറ്റിയാൽ അവൻ അത്യുന്നതനായ ദൈവത്തെ, അവൻ്റെ ജീവൻ്റെ അടിസ്ഥാനമായിരുന്ന ജീവിതത്തെ ത്യജിക്കുകയും അവൻ്റെ സെൽഫിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് അവന് ദൈവ തേജസ് നഷ്ടപ്പെട്ടവനായി. അനുസരണത്തിൻ്റെ കണ്ടീഷനിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ അനുസരണക്കേടിൻ്റെ മക്കളായി തീർന്നു. അങ്ങനെ എന്നാൽ ഒരു മിനിറ്റ്, അവിടെ സ്പീക്കർ എങ്ങനെ ഓഫ് ചെയ്യുന്നത്? സ്പീക്കർ ഓഫ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. എവിടെ നിന്നാണ്? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മ്യൂട്ട് ആണല്ലോ, മൈക്രോഫോൺ എല്ലാം ഓഫ് ആണല്ലോ. ഓക്കെ ഇനിയോ മൈക്രോഫോൺ നിങ്ങളുടെ എല്ലാവരും ഓഫ് ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഓൺ ചെയ്യുക ആവശ്യമാണെങ്കിൽ. സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന, അങ്ങനെ ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ അടുത്താണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നത്. നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചൊരു വിഷയം ഇൻഹെറിറ്റഡ് സിന്നല്ല, ആദാമിൻ്റെ സിന്നിൻ്റെതായിട്ടുള്ള ശിക്ഷകൾ അവൻ്റെ ജനറേഷൻസിന് വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഓരോ മനുഷ്യനും അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് ദൈവം ഒരു നല്ല ആത്മാവിനെ, ഇൻകറപ്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്പിരിറ്റിനെയാണ് അവൻ നൽകുന്നത്. എന്നാൽ ലോകത്തിൽ വേണ്ടത്ര ടെംപ്റ്റേഷൻസ് ഉള്ളപ്പോൾ സിൻ ലോകത്തിൽ കടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിൻ മുഖാന്തരം മരണം സകല മനുഷ്യരും വ്യാപരിച്ചു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ചിന്തിക്കാനുള്ളത്, എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ നീതി വിശ്വാസിക്ക് കണക്കിടുന്നത്. ഇന്നലെ നാം ചിന്തിച്ചു ഫസ്റ്റ് പോയിൻ്റായിട്ട് അബ്രാഹാമിന് എങ്ങനെ കണക്കിട്ടു. ആമേൻ സ്തോത്രം. അവന് സന്തതി ഇല്ലാതിരിക്കെ ദമശ്ശേക്കുകാരനായ ഏലയാസർ അവന് സന്തതിയായി ക്ലെയിം ചെയ്യുന്ന പറയുന്ന സമയത്ത് ദൈവം അവൻ്റെ പറഞ്ഞ, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ സന്തതിയായിരിക്കും. ആമേൻ സ്തോത്രം. അവനെ പുറത്ത് കൊണ്ടുപോയിട്ട് ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത്, ഇവണ്ണം നിൻ്റെ സന്തതി ഇവണ്ണം, സന്തതികൾ എന്നല്ല പറഞ്ഞത്, സന്തതി ഇവണ്ണമാകുമെന്ന്. അത് ക്രിസ്തുവിനെ ആധാരമാക്കിക്കൊണ്ട് പറഞ്ഞ വിഷയമാണ് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം കുറച്ചും കൂടി നമ്മൾ പേഴ്സണലായിട്ട് ടച്ച് ചെയ്യുന്ന വിഷയമാണ്.
ആമേൻ. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചിരുന്ന വാക്യങ്ങളാണ്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പും പോലും സൗജന്യമായിട്ട് എത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക്, ശ്രദ്ധിക്കണം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. അത് നമ്മൾ ചിന്തിച്ചോ, ദൈവമാനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരിബഡി. ആ പ്രായശ്ചിത്തത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കണം. വെൻ വി ആർ നോട്ട് ഡിസേർവ്ഡ്, നമ്മൾ ഓരോ വിധത്തിലും ദൈവത്തോട് അടുക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത സമയത്ത് ദൈവം തന്നെ, സൃഷ്ടിതാവ് തന്നെ, നിയമദാതാവ് തന്നെ, ആ നിയമത്തിൽ ഉള്ളവനായിക്കൊണ്ട്, നമ്മെപ്പോലെ മനുഷ്യ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിക്കൊണ്ട് നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ച് നമ്മുടെ മേലുള്ള ശിക്ഷ അവൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനായിട്ട് കഷ്ടം സഹിച്ചു, അല്ലെങ്കിൽ മരണം അനുഭവിച്ചു. അതാണ് നമുക്ക് വിശ്വസിക്കുന്നവർക്ക് നീതിയെ കണക്കിടാൻ പോകുന്നത്, കണക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ആ അറ്റോൺമെൻറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഇത് ജനറലായിട്ടുള്ളൊരു ചിന്തയായിട്ടല്ല, എൻ്റെ പേഴ്സണൽ സിന് മുഖാന്തരമാണല്ലോ എൻ്റെ സൃഷ്ടിതാവായ ദൈവം ഇത്രയും കഠിനമായൊരു മരണം അനുഭവിക്കേണ്ടി വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, സാധാരണ ദൈവദാസന്മാർ അല്ലെങ്കിൽ ദൈവ പൈതങ്ങൾ ആമേ ഈ ശരീരത്തിലെ വാസം വിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ആശ്വസിപ്പിച്ച്, സന്തോഷിപ്പിച്ച്, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ആമേ എന്നുള്ളൊരു പ്രത്യാശയോടുകൂടെ, മറ്റുള്ളവർ കൂടെ പ്രത്യാശ പകർന്നുകൊണ്ടാണ് ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കത്തക്കവണ്ണം ആലാറിക്കൊണ്ടാണ് ആമേൻ അവൻ നിലവിളിക്കേണ്ടി വന്നത്. സ്തോത്രം. കാരണം അവൻ പോകുന്ന സ്ഥലം, വിശുദ്ധന്മാർ പോകുന്ന സ്ഥലം, സ്വർഗീയ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണനെ ആദ്യം പോകുന്നത് പാതാളത്തിലേക്കായിരുന്നു. അതിൻ്റെ ഗൗരവം, അതിൻ്റെ കാഠിന്യം അവൻ തന്നെയാണ് അതിനെ സൃഷ്ടിച്ചത്. അറിയുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് ഏറ്റവും സെപ്പറേഷൻ വരുന്നതാണ് കൈവിടുക എന്ന് പറയുന്നത്. നിത്യജീവനായ ദൈവത്തിൽ നിന്ന്, എറ്റേണലായിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അല്പസമയം പോലും കൈവിടുന്നത് എത്ര വലിയ സംഭവമായിരിക്കുമെന്ന് അറിയുന്നവനാണ്. എന്നാലും ദൈവത്തിൻ്റെ ആ സ്നേഹം, താൻ ആരെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ അഗാപ്പെ ലവ് എന്ന് പറഞ്ഞാൽ താൻ ആരെ സ്നേഹിക്കുന്നുവോ അവർക്ക് ബെനിഫിറ്റ് എന്താണെന്ന് കണ്ടുകൊണ്ട് അത് നിവർത്തിച്ചു കൊടുക്കുന്നതാണ് അഗാപ്പെ ലവ്. അങ്ങനെ ശത്രുക്കളായിരുന്നു നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ മേലുള്ള ശിക്ഷ, നാം മാനവജാതി, കോടിക്കണക്കിന് വരുന്ന മാനവജാതി യുഗായുഗങ്ങൾ നരകത്തിൽ കിടന്ന് വെന്തേരിയതിനേക്കാളും തൻ്റെ പുത്രൻ അല്പസമയം പാതാളത്തിൽ വെന്തെരിയുന്നത് നല്ലതെന്ന് കണ്ടതാണ് ദൈവസ്നേഹം. അതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. അതാണ് പ്രായശ്ചിത്തം. ആ പ്രായശ്ചിത്തത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് പരസ്യമായി നിർത്തിയിരിക്കുന്നു പറയുന്നത്. ഓരോരുത്തർക്കും അതിനുള്ള എബിലിറ്റി ഉണ്ട്. നുറുങ്ങിയ ഹൃദയത്തോടെ, ഒരു സമൂഹമായ ചിന്തയിൽ കൂടിയല്ല, ഒരു ഉപദേശത്തിൻ്റെ ചിന്തയിൽ കൂടിയല്ല, പേഴ്സണൽ ഇൻ്റർഫിയറൻസ്. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി നീ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ആ നുറുകിയ ഹൃദയത്തോടു കൂടെ ക്രിസ്തുവിനോട് അടുക്കുകയാണെങ്കിൽ, ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ നമ്മുടെ സാൽവേഷൻ അക്കംപ്ലിഷ് ആവും. ഓക്കെ, നമ്മളിതെല്ലാം ചിന്തിച്ചതുമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇനി നേരിട്ട് റോമൻസ് ചാപ്റ്റർ 7 ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് കേട്ടിട്ടുള്ളവർക്ക് വളരെ റിപ്പീറ്റേഷനായിട്ട് തോന്നും, എന്നാലും സാരമില്ല. പുതുതായിട്ട് കേൾക്കുന്നവരും ഇനി യൂട്യൂബിൽ കേൾക്കുന്നവർക്കും കൂടെ നമ്മളെന്ത് ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ദ റൈഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് imputed to ours, the believers, those who are believing in him. ഇത് വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പകരക്കാരനായിട്ട് പ്രായശ്ചിത്തമായി തീർന്നിട്ട് ആമേ കഷ്ടം അനുഭവിച്ച് മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഡിവൈൻ ഗവൺമെൻറ് അവൻ അനുസരണത്തിൽ പൂർണ്ണ തികഞ്ഞവനാണ്. അതേപോലെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലും ശക്തിക്കൊത്തവണ്ണം അവൻ അനുഗ്രഹിക്കപ്പെടേണ്ടവനും അതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതുമായിരുന്ന സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി കഷ്ടം അനുഭവിച്ചതുകൊണ്ട് അവന് കിട്ടേണ്ടതായിട്ടുള്ള സംരക്ഷണവും അവനുള്ളതായിട്ടുള്ള എല്ലാത്തിനോടു കൂടെ നമ്മെയും പങ്കാളികളാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ അവയെ കൂട്ടവകാശികളാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവനുള്ളതായിട്ടുള്ള റൈറ്റ്യസ്നെസ് നമുക്ക് ഫ്രീ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പോകുന്നു. അവനുള്ള അവകാശം നമുക്ക് ഫ്രീ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പോകുന്നു. അവന് ഡിവൈൻ ഗവൺമെന്റ് കൊടുക്കേണ്ടിയിരുന്ന സംരക്ഷണം അവന് മുഖാന്തരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു. ഇത്തരം വലിയ സംഭവങ്ങളെയാണ് ഈ
ഒരു ചാപ്റ്ററിൽ കൂടെ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിന് റോമാലേഖനം ചാപ്റ്റർ 7 വേഴ്സ് 1 to 4 ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കുന്നു. അവേ സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 3ാം മിഷണറി യാത്രയിൽ കൊറിന്ത്യയിൽ നിന്ന് ഏകദേശം AD 57 അല്ലെങ്കിൽ 56 ഈ കത്ത് എഴുതുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്ക് ഒരു പ്രാവശ്യം പോലും പോയിട്ടില്ല. അവിടെ സഹോദരന്മാരെ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ AD 57 തന്നെ യഹൂദന്മാരായ വിശ്വാസികൾ റോമൻ നഗരത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ന്യായപ്രമാണം അറിയുന്നതായ യഹൂദ മതാനുസാരികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ടിട്ട് വിശ്വാസത്തിലേക്ക് വന്നു എന്നും അവിടെ സിനഗോഗുകൾ അതിനു മുമ്പുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ പോപ്പിന്റെ വ്യാജമായ ക്ലെയിമുകളൊക്കെ തന്നെ ഈ ലേഖനത്തിന്റെ ഈ ഒരു വാക്യത്തിൽ കൂടെ നമുക്ക് പൊളിച്ചെഴുതാൻ സാധിക്കും. നമ്മുടെ സബ്ജക്റ്റ് അവിടെയല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തുടർന്ന് പറയാണ്, മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അപ്പോൾ നമുക്കൊരു ചിന്ത പെട്ടെന്ന് കണ്ടത് ഇത് ജ്യൂസിനെ സംബന്ധിക്കുന്ന വിഷയം മാത്രമാണല്ലോ എന്ന്. എന്നാൽ റോമാലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 14 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നു. ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അവിടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തിയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ന്യായപ്രമാണം അല്ലെങ്കിൽ മോശയുടെ ലോ എന്ന് പറയുന്നത് ലിറ്ററലായിട്ട് അവർക്ക് എഴുതി കൊടുത്തെങ്കിൽ തന്നെയും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതിരുന്ന ജാതികളുടെ ഹൃദയത്തിലും ദൈവം ആ ന്യായപ്രമാണത്തിന് തുല്യമായ രീതിയിലുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരുന്നു എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 1-ാം വാക്യത്തിൽ പോൾ ഒരു കാര്യം സ്ഥാപിക്കാൻ പോവുകയാണ്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ, അവിടെ ഒരു യഹൂദനെന്നോ വിശ്വാസി എന്ന വേർഡല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യൻ, എല്ലാ ഹ്യൂമാനിറ്റിയെയും കൂടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. ആ ലോ വെച്ചുകൊണ്ട് പറയുകയാണ്, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഹ്യൂമൻ ലോയിൽ തന്നെയായിരുന്നാലും ഡിവൈൻ ലോയിൽ തന്നെയായിരുന്നാലും ഒരു മാരേജ് റിലേഷനിൽ കൂടെ ഒരു സ്ത്രീ പുരുഷൻ ഒരു മാരേജ് റിലേഷനിൽ കൂടെ എൻട്രി ചെയ്തു കഴിഞ്ഞാൽ ആ റിലേഷൻ ഏതൊരു കൺട്രിയിൽ തന്നെയായിരുന്നാലും അതിലൊരു ലോയുണ്ട്. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറൊരു പുരുഷന് ഭാര്യയായി തീരുകയാണെങ്കിൽ അവളെ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. പല കൺട്രികളിലും ബഹുഭാര്യത്വമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഭർത്താക്കളുള്ള വിഷയമുണ്ട്, അതെനിക്കറിയില്ല. ദൈവം പറയും, ഇവിടെ വചനം പറയുന്നത് ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന്, ആ ലോയിൽ നിന്ന് ഒഴിവുള്ളവളായി. ഒരു തിയറി സ്ഥാപിക്കുകയാണ്, ഒരു പ്രിൻസിപ്പിൾ സ്ഥാപിക്കുകയാണ് പൗലോസ് ഇവിടെ. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷന് ആയാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. എന്നിട്ട് പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവരാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇത് വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു കത്താണ്. അപ്പൊ വേഴ്സ് 4 ഞാൻ ഇംഗ്ലീഷ് കൂടെ വായിക്കുകയാണ്. Therefore, my brethren, you also have become dead to the law through the body of Christ, that you may be married to another, to him who was raised from the dead. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനാകേണ്ടതിന്. ന്യായപ്രമാണം ലിറ്ററലായത് എഴുതി കൊടുത്തിരുന്ന യഹൂദന്മാരോടും ന്യായപ്രമാണ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന നമ്മളോടും പറയുന്നത്, ആസ് ലോങ് ആസ് യു ആർ അലൈവ്, നിനക്കും ലോയ്ക്കും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പൊ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തെ പൗലോസ് ഓൾ ഹ്യൂമാനിറ്റിയും ഡിവൈൻ ലോയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാണ്. ഡിവൈൻ ലോ ഉള്ളിടത്തോളം ഡിവൈൻ ലോയുടെ ആധിപത്യം സകല മനുഷ്യരുടെ മേലുമുണ്ട്. ദേ ആർ ബൗണ്ട് ടു ഒബേ ദ ലോ.
ഒരു ഭാര്യ വിവാഹ ബന്ധത്തിൽ കൂടെ ഭർത്താവിന് അനുസരണമുള്ളവനായിട്ട് ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേറൊരു പുരുഷന് ഭാര്യയാകാതെ വണ്ണം കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ലോ ഉള്ളിടത്തോളം മനുഷ്യൻ ആ ലോയ്ക്കുമായിട്ട് ബൗണ്ടഡ് ആണ്, വിധേയപ്പെട്ടവരാണ്. ഏത് ജാതിയിലും ഏത് മതത്തിലും. അതുകൊണ്ട് ഇവിടെ മനുഷ്യൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, അഥവാ ആ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ ഭാര്യ ആ ഭർത്തൃ അല്ലെ ആ മാരേജ് കോൺട്രാക്റ്റിൽ നിന്നും സ്വതന്ത്രയായി അവൾക്ക് വേണമെങ്കിൽ വേറൊരു പുരുഷന് ഭാര്യയായിട്ട് തീരാം. എന്നിട്ട് പറയാണ് ഇവിടെ ലോ അബോളിഷ് ആകുകയാണെങ്കിൽ സ്തോത്രം, പിന്നെ ആ ഡിവൈൻ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ലോ അവളെ ബൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് വേണമെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവുമായിട്ട് അവളുടെ പ്രാണന്റെ ഭർത്താവായിട്ട് സ്വീകരിക്കാം. അപ്പൊ പോൾ ഈ 4 വാക്യത്തിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ട് പറയാണ്, 4-ാം വാക്യത്തിൽ പറയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. അപ്പൊ അതുവരേക്കും ദൈവത്തിന് ഫലം കായ്ക്കാൻ പറ്റുന്നില്ല. കാരണം sin is dwelling in us. നാം പാപത്തിന്റെ ദാസന്മാരായി തീർന്നു. എങ്ങനെ? നാം തന്നെ നിസാരമായ ഒരു ഫ്ലഷിന്റെ എന്റർടൈൻമെന്റിന് വേണ്ടി നിത്യജീവന്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ട്രൂത്തിന് ഒരു ലൈക്ക് വേണ്ടി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തു. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നിത്യജീവനായ ജീവന്റെ ഉറവായിരിക്കുന്ന ദൈവ തേജസ്സിനെ തന്നെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തന്നെ, നിത്യനായ ദൈവത്തെ തന്നെ ഒരു ലൈക്ക് വേണ്ടി നാം എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ നാം പാപത്തിന്റെ ദാസന്മാരായി തീർന്നു. പിന്നെ നമുക്ക് പാപത്തിന്റെ ഫലം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതാണ് പൗലോസ് 5-ാം വാക്യം തുടങ്ങി പറയുന്നത്. ആമേൻ. അവിടെ പറയാണ് വേഴ്സ് 6 തുടങ്ങി പറയുന്നത്, നാം ജഡത്തിലായിരുന്നപ്പോൾ, വേഴ്സ് 5 നാം ജഡത്തിലായിരുന്നപ്പോൾ പറയാണ്. ഇപ്പോൾ അവന്റെ പ്രീവിയസ് കണ്ടീഷനെ കുറിച്ച് പറയാണ്. വേഴ്സ് 4 വരേക്കും ആ ഒരു പ്രിൻസിപ്പിൾ സ്ഥാപിച്ചിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അതിനെ ഡിവൈൻ ലോയും വോൾ ഹ്യൂമാനിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ ഭർത്തൃന്യായ പ്രമാണം അല്ലെങ്കിൽ മാരേജ് കോൺട്രാക്ട് അനുസരിച്ചുകൊണ്ട് ഭർത്താവിന് വിധേയപ്പെട്ടവനാണ്. ആ കാലത്ത് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറൊരു പുരുഷനായി കഴിഞ്ഞാൽ അവളെ വ്യഭിചാരിണി എന്ന് വേർപിളിക്കും. എന്നാൽ ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾക്ക് വേണമെങ്കിൽ വേറെ ഒരു പുരുഷനാകാം. അവളെ ആ മാരേജ് കോൺട്രാക്ട് അവളെ ബൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം മരിച്ചിട്ട് ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടതിന്. ഇത് പറഞ്ഞിട്ട് പോള് തന്റെ പ്രീവിയസ് സ്റ്റേജ് പറയാണ്. അതായത് ക്രിസ്തുവിൽ ആകുന്നതിന് മുമ്പിൽ ഉണ്ടായിരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്ന സമയത്തുണ്ടായ അവസ്ഥ പറയാണ്. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ, ന്യായപ്രമാണം അല്ലെങ്കിൽ ലോ കൊടുക്കുന്നത് വരേക്കും സിൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ സിന്നിന് ആക്ഷൻ ഇല്ല. കാരണം നിയമമില്ലാത്തടത്ത് നിയമലംഘനമില്ല. ഇപ്പൊ ട്രാഫിക് ലോ, ഫോർ എക്സാമ്പിൾ ട്രാഫിക് ലോ, 4 വീലർ ഡ്രൈവേഴ്സ് എല്ലാവരും തന്നെ ബെൽറ്റ് ധരിക്കണം. ഫ്രണ്ടിലിരിക്കുന്നവൻ ബെൽറ്റ് ധരിക്കണം. പുതിയ ലോ ഉണ്ട്, ബാക്കിലിരിക്കുന്നതോടും ബെൽറ്റ് ധരിക്കണം. ഇത് ലോ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഓടിക്കാം. വയലേഷൻ ഇല്ല, ഫൈനും ഇല്ല. ലോ കൊണ്ടുവന്നാൽ, ലോ വയലേറ്റ് ചെയ്താൽ പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ലോ ഇല്ലാതിരിക്കുന്നിടത്തോളം പാപം അകത്തുണ്ടായിരുന്നു. പക്ഷേ ലോ കൊടുത്തപ്പോൾ അകത്ത് മറഞ്ഞിരുന്ന, സൈലന്റ് ആയിട്ടിരുന്ന പാപം തലപൊക്കി നിയമലംഘനം, ലോയെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ലോയെ ബ്രേക്ക് ചെയ്യുന്നതാണ് നിയമലംഘനം ചെയ്തെന്താണ്? പാപത്തിന്റെ ശമ്പളം മരണം. അങ്ങനെ ഓരോരോ കൽപ്പനകൾ കൊടുക്കും തോറും അകത്തിരുന്നതായിട്ടുള്ള പാപം ആ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അവനെ മരണത്തിന് അധീനപ്പെടുത്തി കഴിഞ്ഞു. ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം, എങ്ങനെയാണ് ക്രിസ്തുവിന്റെ റൈഷ്യസ്നസ് നമുക്ക് കിട്ടുന്നത് മനസ്സിലാകുകയുള്ളൂ. നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. അപ്പോൾ നേരത്തെ പ്രോമിസ് എന്താണ്? അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെന്നിട്ടാണ് വേറൊരുവനാകേണ്ടതെന്ന്. ഇവിടെ പറയുന്നത് എന്താണ്? നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കുന്നു, നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. ഇംഗ്ലീഷിൽ വായിക്കുന്നത്, ഫോർ വെൻ വി വെർ ഇൻ ദ ഫ്ലഷ് ദ സിൻഫുൾ പാഷൻസ് വിച്ച് were aroused by the law were at work in our members,
to bear fruit to death. ഇതിന് നെക്സ്റ്റ് വേർഡ് പറയാണ് 14-6 വരെ, ന്യായപ്രമാണത്തിലാത്ത ജാതി. അത് നമ്മൾ ചിന്തിച്ചതാണ്. ദെൻ പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ഈ സിൻഫുൾ ആയിരിക്കുന്ന മനുഷ്യൻ ഓക്കെ എപ്പോഴെല്ലാം ദൈവത്തോട് അടുക്കുന്നു, സിൻസ് men sin when they try to satisfy their self, the justice of law will declare eternal death to them. പാപം ഉള്ളിലിരിക്കുമ്പോൾ നമ്മുടെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ദൈവത്തോട് എപ്പോൾ സമീപിച്ചാലും, ഏതെല്ലാം വിധത്തിൽ ഏതെല്ലാം പ്രവൃത്തിയിൽ കൂടെ സമീപിച്ചാലും, സിന്നിന് അബോളിഷ് ചെയ്യാത്തോടത്തോളം, നമ്മുടെ സെൽഫിനെ അബോളിഷ് ചെയ്യാത്തോടത്തോളം ദൈവത്തിന്റെ ലോ, ദൈവമല്ല ഡിവൈൻ ലോ എപ്പോഴും നമ്മളെ കണ്ടം ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഇതാണ് പോള് ആ റിലേഷൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The law always pronounces the death penalty on the wife, which is humanity, all humanity, because she always comes to the law or God, that is husband, only to satisfy her selfish desires, which is not real love. The husband can never accept it, but reminds her of her transgression and the death penalty. The wife tries her level best to please the husband, but he rejects and wants her death always. ന്യായപ്രമാണമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നീ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമായിരുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല, ഞാൻ പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിന് ഞാൻ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പോൾ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഇവൻ ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നല്ലൊരു പരീശനായി ജീവിച്ചിരുന്ന പൗലോസ് പറയുകയാണ്, ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ എൻ്റെ പ്രാണന്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. കൽപ്പന വന്നപ്പോൾ എൻ്റെ അകത്തിരുന്നതായിട്ടുള്ള പാപം തലപ്പൊക്കുകയും ആ കൽപ്പനയെ ഉപയോഗിച്ചുകൊണ്ട് ലംഘനം നടത്തി എന്നെ മരണയോഗ്യരാക്കി തീർത്തു. ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ മോഹിച്ചതല്ലായിരുന്നോ? നീ കണ്ണു തുറക്കുകയും നന്മ തന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിനക്ക് സ്വയമായിട്ട് ജീവിക്കാം, ദൈവത്തെ കൂടാതെ വാഴാം. ഇപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മ എത്രയേ കണ്ടിന്യൂസ് ചെയ്യുന്നത്. കാരണം അത് പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അവിടെ പാപം എന്നുള്ളത് പേഴ്സണിഫൈ ചെയ്ത് പറയാണ്, ഒരു ആക്ടിവിറ്റി ആയിട്ടല്ല, പേഴ്സണിഫൈ ചെയ്തിട്ട്. അപ്പൊ ആരെല്ലാം സെൽഫിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്നുവോ, അല്ലെങ്കിൽ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു, അവര് നടക്കുന്നത്, അവരല്ല പ്രവർത്തിക്കുന്നത്, അവരിൽ വസിക്കുന്നതായിട്ടുള്ള പാപമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ നേടാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്? ഞാൻ ഇച്ഛിക്കാത്തതിന് ചെയ്യുന്നുവെങ്കിലോ അതിന് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പോൾ എല്ലാ മനുഷ്യരും ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കാത്തോടത്തോളം, ഏത് മതസ്ഥരായിരുന്നാലും ഏത് ജാതിയായിരുന്നാലും പെന്തിക്കോസുകാരൻ തന്നെയായിരുന്നാലും അവന് വസിക്കുന്ന പാപമായിരിക്കും പ്രവർത്തിക്കുന്നത്. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധരാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അപ്പോൾ ഇച്ഛിക്കുന്നുണ്ട്, നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലോ പ്രമാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ലോ പ്രമാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എന്നിൽ വസിക്കുന്നതായ പാപം, ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ ഓരോ ലോ കൊടുക്കുമ്പോഴും
പോൾ പറയുന്നത് നാം ജഡത്തിലായിരുന്നപ്പോൾ ഇതായിരുന്നു. അയ്യോ, എനിക്ക് നന്മ ചെയ്യേണ്ട ആഗ്രഹമുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഉള്ളിൽ വസിക്കുന്നതായിട്ടുള്ള പാപം എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ ഒരു അരിഷ്ട അവസ്ഥ നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്തോടത്തോളം അല്ല ദൈവത്തോട് സമീപിക്കുന്നത് എല്ലാം തന്നെ നമ്മുടെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമായിരിക്കും. ഇത് നമുക്ക് വെളിപ്പെടുത്തി തരണമെങ്കിൽ പുസ്തകത്തിൽ കൂടെ വായിച്ചു, ഞാനിപ്പോ ക്ലാസ്സിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഇത് നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു പ്രമാണമായിട്ട് ഇരിക്കുകയുള്ളൂ. അത് നിങ്ങൾക്ക് പേഴ്സണായിട്ട് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇപ്പോഴുള്ള ആത്മീയ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് ചെയ്യാതെ വേണം വേറൊരു പ്രമാണം, വേറൊരു ലോ എന്ന് പറഞ്ഞാൽ എന്താ? റൂൾ ഓഫ് ആക്ഷൻ. നിങ്ങൾ ഒരു പക്ഷെ കർത്താവിന്റെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്ഥാനപ്പെട്ട് അവരോട് കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ മേളിൽ വേറൊരു ലോ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിന്റെ ആവശ്യകത വരുന്നത്. ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റിലും ക്രിസ്തുവുമായിട്ടുള്ള ഓരോ റിലേഷനിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സെൽഫിന്റെ അവസ്ഥയും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡിസയറുകൾ എന്താണെന്നും അതിന്റെ വീക്ക്നെസ് എത്രമാത്രമാണെന്നും അതിന്റെ മുമ്പിൽ നാം എത്രമാത്രം വീക്കാണെന്നും അതാണ് പോൾ പറഞ്ഞത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, how wretched I am. I'm not able to do what I like it, but I'm doing what I hate. ഈ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കി കേട്ടണം. അവിടെയാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ തക്കവണ്ണം ലോകത്തെ ജയിച്ചവനായ, സേറ്റാനെ ജയിച്ചവനായ, മരണത്തെ ജയിച്ചവനായ, പാതാളത്തെ ജയിച്ചവനായ, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമ്മുടെ സോളിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഈ ശരീര പ്രാണ ആത്മാവിന്റെ ഇന്റർ റിലേഷൻ ചിന്തിച്ചല്ലോ. അവന്റെ ഇൻഫ്ലുവൻസ്, സ്ട്രോങ് ഇൻഫ്ലുവൻസ്, നമ്മിൽ വസിച്ചിരുന്നതായിട്ടുള്ള പാപത്തെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ സോളിലേക്ക് കടത്തിവിട്ട് അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഇമോഷൻ വന്ന് നമ്മുടെ മനസ്സാക്ഷി അതിനെ ജഡ്ജ് ചെയ്ത് നമ്മുടെ ഫ്രീ വില്ലിനെ, ഒരു കാലത്ത് നമ്മുടെ ഫ്രീ വില്ലിനെ നാം പാപത്തിന് ദാസന്മാരായി അടിമപ്പെടുത്തിയതാണ്. ഇപ്പോൾ നമുക്ക് ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ ദാസിദാസന്മാരായി തീരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ആ അരിഷ്ടാവസ്ഥ മനസ്സിലാക്കിയ ശേഷം പോൾ പറയുകയാണ്, അറ്റ് ദിസ് ജംഗ്ഷൻ, അതായത് വൈഫ് മാനവജാതി പോൾ റെപ്രസെന്റ് ചെയ്ത് മാനവജാതിയെ റെപ്രസെന്റ് ചെയ്തിട്ട് പറയുകയാണ്, എപ്പോഴെല്ലാം ദൈവത്തിന്റെ അടുത്തേക്ക് ചെന്നു അല്ലെങ്കിൽ ലോയുടെ അടുത്തേക്ക് ചെന്നു, ലോ ഓൾവേസ് കണ്ടം ഹ്യൂമാനിറ്റി ബിക്കോസ് യു ആർ കമ്മിങ് ടു സാറ്റിസ്ഫൈ യുവർ സെൽഫ്. അങ്ങനെ വൈഫ് ഡെത്ത്, എനിക്ക് മരണം മാത്രമേ വഴിയുള്ളൂ, വേറെ വഴിയില്ല എന്ന് തിരച്ചിരിക്കുമ്പോഴാണ് യേശു ക്രിസ്തു വരുന്നത്. യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായി, അതേ ലോ, ഹ്യൂമാനിറ്റിയുടെ ഉള്ളിലുള്ളത് അതേ ലോയുടെ ഉള്ളിലവനായിട്ടാണ്. അതാണ് നമ്മൾ ഗലേഷ്യൻസ് ചാപ്റ്റർ 4 വായിക്കുന്നത്. കാലസമ്പൂർണ്ണയിൽ സ്ത്രീയുടെ സന്തതിയായി ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനായിട്ട് വരാൻ കാരണം അതേ ലോ അവന്റെ ഉള്ളിലായിട്ട് വന്നിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി അവൻ ഡിവൈൻ ലോയെ മാഗ്നിഫൈ ചെയ്തു. എന്നിട്ട് ഓൾ ഹ്യൂമാനിറ്റിയോട് പറയുന്നത്, ദ ജഡ്ജ്മെന്റ്, നിന്റെ മേൽ ദൈവിക ന്യായവിധി, ദൈവിക ഭരണകൂടം വിധിച്ചതായ വിധി എക്സാക്ട്ലി പെർഫെക്റ്റ് ആണ്. ആസ് എ പ്ലെയിൻ മാൻ, ഒരു മനുഷ്യനായിട്ട് എനിക്ക് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ ഡിവൈൻ ലോയെ അനുസരിച്ച് ജീവിക്കാൻ സാധിച്ചു. അപ്പോൾ ഡിവൈൻ ലോ നിന്റെ മേല്, നീ തെറ്റ് ചെയ്തുകൊണ്ട് നിന്റെ മേല് വിധിച്ചിരിക്കുന്ന നിത്യമായ മരണം എന്ന വിധി ശരിയാണെന്ന് സ്ഥാപിക്കുകയും മനുഷ്യനെ, ഹ്യൂമാനിറ്റിനെ കണ്ടം ചെയ്തു. എന്നിട്ട് യേശു ക്രിസ്തു വീണ്ടും ഒരു പ്രോമിസ്, ഒരു അവസ്ഥ പറയുന്നത്, എന്നാൽ ഞാൻ നിന്റെ സൃഷ്ടിതാവും ലോ ഗീവറുമായിരിക്കെ ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്ക് പകരമായി നിന്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലുമുള്ള ശിക്ഷയെ എൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് പകരമായി ഞാൻ മരിച്ചുകൊള്ളാം. അങ്ങനെ ക്രിസ്തു സർവ്വ മാനവജാതിയുടെയും ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും പാപം ചെയ്യുന്ന മനുഷ്യർ പോകേണ്ട പാതാളത്തിൽ പോയിക്കൊണ്ട്, ആമേൻ, സംഗീതത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 3, 4, 5, 6 വാക്യങ്ങള്, 16 സംഗീതത്തിന്റെ 10-ാം വാക്യത്തില്
116 സംഖ്യത്തിന്റെ 3-ാം വാക്യം, എബ്രായരുടെ 5-ാം വാക്യത്തിൽ ഞാൻ പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ പോകുന്നില്ല. മരണപാശകളെ ചുറ്റി അഗാധ പ്രവാഹങ്ങളിൽ ഭ്രമിപ്പിച്ചു, പാതാള പാശകളെ തുടർന്ന് പിടിച്ചു. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:21, പാപം അറിയാത്തവരെ നാം അവരെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. അപ്പോൾ ക്രൂശിൽ കിടക്കുന്നത് സർവ മാനവജാതിയുടെയും പാപമാണ്. ആ പാപത്തിന്റെ മേലുള്ള ദൈവത്തിന്റെ ക്രോധാഗ്നി ജഡ്ജ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഇത് താൻ ലോകത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ പ്രവാചക പുസ്തകങ്ങളിൽ കൂടെ, സങ്കീർത്തനങ്ങളിൽ കൂടെ ഒക്കെയും വെളിപ്പെടുത്തി എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൻ മനുഷ്യനോട് പറയുന്നത്, ഐ വിൽ ബെയർ യുവർ കേഴ്സസ്. അങ്ങനെ മാനവജാതിയുടെ സകല ശിക്ഷയും അവന്റെ ശരീരത്തിൽ ആത്മാവിന് വസിച്ച് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനും ആത്മാവും ദുഷ്ട മനുഷ്യർ പോയി, അനുസരണക്കേടുള്ള മനുഷ്യർ പോയി ശിക്ഷ അനുഭവിക്കേണ്ട പാതാളത്തിൽ പോയി മരണം അനുഭവിച്ചു എന്നാണ് ഹെബ്രായരിൽ നാം വായിക്കുന്നത്. അങ്ങനെ അവൻ പകരക്കാരനായി ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സർവ മാനവജാതിക്കും ഒരു ഓഫർ തരികയാണ്. നിനക്ക് വേണമെങ്കിൽ ലോയെ അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിത്യമായ മരണത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ നിനക്ക് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു നമുക്കൊരു ഓഫർ തരികയാണ്. നിന്റെ പ്രാണന്റെ ഭർത്താവായിട്ട് എന്നെ സ്വീകരിച്ചോളൂ. ഞാൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി ജീവിച്ചതുകൊണ്ട് ഞാൻ നിന്റെ ശരീരത്തെ പ്രാണനും ആത്മാവിനെ എടുത്തുകൊണ്ട് നിന്നെ പൂർണ്ണ അനുസരണത്തിൽ തികഞ്ഞവനുമായിട്ട് വളർത്തിയെടുത്തുകൊള്ളാം. ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോൾ ക്രിസ്തുവിന്റെ പകരക്കാരനുള്ള മരണം മുഖാന്തരം ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നു, ഭർത്താവിന് സാറ്റിസ്ഫാക്ഷൻ വന്നു. അങ്ങനെ മാനവജാതി മുഴുവനും ക്രിസ്തു പൂർണ്ണ അനുസരണമുള്ളവനായിരുന്നു കൊണ്ട് അവൻ മരിക്കാൻ പാടില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഡിവൈൻ ലോയുടെ വേറൊരു നേച്ചറാണ് അനുസരിക്കുന്നവന് ഡിവൈൻ ഗവൺമെന്റിന്റെ ശക്തിക്കും അധികാരത്തിനൊത്തുള്ള പൂർണ്ണ സംരക്ഷണം കൊടുക്കുകയും അവൻ നിത്യമായിട്ട് ജീവിച്ചിരിക്കണം, പ്രതിഫലം കൊടുക്കുകയും വേണം. പാപം ചെയ്യുന്നതേക്ക് മരിക്കാൻ അനുവദിക്കണം, മരിക്കും, അതൊരു വേറെ ന്യായവിധിയുടെ. എന്നാൽ അനുസരിക്കുന്നവന് ഡിവൈൻ ഗവൺമെന്റിന്റെ പൂർണ്ണ ശക്തിക്കും അധികാരത്തിനൊത്തുവണ്ണം സംരക്ഷണവും പ്രതിഫലവും കൊടുക്കേണ്ടതാണ്. അത് ഏതൊരു ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനെ കർത്താവ് യേശു ക്രിസ്തു സർവമാനജാതിക്ക് ഒരു ഓഫർ തരികയാണ്. അതാണ് പരസ്യമായി നിർത്തിയിരിക്കുന്നു പറയുന്നത്. നിനക്ക് വേണമെങ്കിൽ ഈ അവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ട് നിന്റെ പേഴ്സണൽ സിൻ മുഖാന്തരം നിത്യമായ മരണത്തിലേക്കും അത് എക്സിക്യൂട്ട് ചെയ്ത നരകത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ നിന്റെ പ്രാണനില് നിന്റെ കർത്താവായി സ്വീകരിച്ച്, നിന്റെ പ്രാണന്റെ ഭർത്താവായി സ്വീകരിച്ച് നിന്നിൽ വാഴുവാൻ അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ വസിച്ചുകൊണ്ട് നിന്റെ പ്രാണനിലേക്ക് സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്ന് ദൈവിക ലോ എങ്ങനെ അനുസരിക്കാമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അങ്ങനെ ആ ഓഫർ സ്വീകരിക്കുന്നതാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാവുള്ള അധികാരം ലഭിക്കുന്നു. രണ്ടിടത്തും അനുസരണം കമ്പൽസറി. ഇവിടെയാണ് ക്രിസ്തീയ ഗോളത്തിൽ അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ട് ഇതുവരെ സംസാരിച്ച കാര്യങ്ങള് നല്ല ക്ലാസ് നിങ്ങൾ പറയാം. യെസ്, ഡിവൈൻ വചനപ്രകാരമാണ്, നല്ല ക്ലാസ് ആണ്, ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു പറയാം. ബട്ട് ഇറ്റ്സ് ഓൺലി ഇന്റലക്ച്വൽ ഫെയ്ത്ത്. അത് രക്ഷ പ്രാപിക്കുന്ന സേവിങ് ഫെയ്ത്ത് അല്ല. സേവിങ് ഫെയ്ത്ത് ആകണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീർന്നാൽ നിങ്ങൾക്ക് ദൈവത്തിന് ഫലം കായ്ക്കാൻ സാധിക്കും. അല്ലാത്തോടത്തോളം സാധ്യമല്ല. ക്രിസ്തീയ ഗോളത്തിൽ 99% ഈ കാര്യം അംഗീകരിക്കുന്നില്ല. സ്വർഗത്തിൽ ഡിസോബീഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സോളിന് സ്ഥാനമില്ല, ഇരുട്ടിന് സ്ഥാനമില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുട്ടിന് ഡിസോബീഡിയൻസ് സ്ഥാനമില്ല. ഒബീഡിയൻസിന്റെ ഫലമാണ്, ഫ്രൂട്ടാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ദൈവത്തിന്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധനായിരുന്നു. ആ വിശുദ്ധനായ ആദാം എന്നുവരെയും അനുസരണത്തിൽ തുടർന്നുവോ അവൻ വിശുദ്ധനായിരിക്കും. എന്ന് അനുസരണക്കേട് കാണിച്ചുവോ അവനെ അശുദ്ധൻ എന്ന് എണ്ണി ഏദൻ തോട്ടത്തിൽ പുറത്താക്കി. ഇതേ അനുസരണക്കേടിന്റെ മനുഷ്യന് തിരിച്ചു വരണമെങ്കിൽ അവൻ പൂർണ്ണ അനുസരണത്തിലേക്ക് വരണം.
പൂർണ്ണ അനുസരണത്തിലേക്ക് വരണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ളൂ, നമ്മുടെ സോളിന്റെ ഭർത്താവായിട്ട് നമ്മുടെ സോളിന്റെ ഫുൾ കൺട്രോൾ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അല്ലാത്ത അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നമ്മുടെ പാപമാണ് നമ്മൾ വസിച്ചുകൊണ്ട് വാടുകൊണ്ടിരിക്കുന്നെങ്കിൽ നാം ഇച്ഛിക്കുന്ന നന്മ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവിക വചനം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ആഗ്രഹമുണ്ട്, സ്വർഗത്തിലേക്ക് പോകാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കൂടാതെ ഇമ്പോസിബിൾ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴി. ഞാനൊരു വഴി തുറക്കാൻ വേണ്ടി പ്രായശ്ചിത്തം നടത്തുമെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ വഴിയെക്കുറിച്ച് ഉപദേശിക്കാൻ ശുശ്രൂഷകന്മാരെ പാസ്റ്റർമാരെ അയക്കുന്നല്ലോ അർത്ഥം. ഐ ആം ദ വേ, ഐ പേഴ്സണലി ദ വേ. ക്രിസ്തു ഉള്ളിൽ വസിച്ചാൽ ദ വേ ഈസ് ഓപ്പൺ. ഓക്കെ, therefore അവിടെ വീണ്ടും വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, വേഴ്സ് 4 ഞാൻ വീണ്ടും പറയാണ്, ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. അവൻ ഭർത്താവിന്റെ സ്ഥാനത്ത് ഡിവൈൻ ലോ ക്രിസ്തുവിൽ മരിച്ചു. നാം എല്ലാവരും തന്നെ ക്രിസ്തുവിൽ മരിക്കുകയാണ്. ക്രിസ്തു പൂർണ്ണ അനുസരണമുള്ളവനായതുകൊണ്ട് മരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിശ്വാസി പറയുന്നത്, ഞാൻ ക്രിസ്തുവിൽ മരിച്ചു, ഈ ന്യായപ്രമാണമായിട്ട് എനിക്ക് ബന്ധമില്ല. ഐ ആം ഒബീഡിയന്റ് ടു ക്രൈസ്റ്റ്. ഞാൻ ലോ, ക്രിസ്തുവിൽ എനിക്ക് ലോ ആയിട്ടുള്ള ബന്ധം തീർന്നു. ഞാൻ ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്നു. ഇനി ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനെ ഞാൻ സ്വീകരിക്കുകയാണ്. ഇനി ലോക്ക് എൻ്റെ മേൽ യാതൊരു അധികാരമില്ല. എനിക്ക് അധികാരമുള്ളത് ക്രിസ്തുവുമായിട്ടാണ്. ഇതാണ് കർത്താവ് പുതിയ നിയമം സ്ഥാപിക്കാന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിലെ പിക്ചർ കാണുന്നുണ്ടല്ലോ, ഈ മാനവജാതി മുഴുവൻ തന്നെയും ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഇച്ഛിക്കുന്നുണ്ട് നന്മ ചെയ്യാൻ, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാണെന്ന്. അങ്ങനെ ഈ മാനവജാതിയുടെ ഈ ലോകത്തിലാണ് ഈ ക്രൂശിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്നത്. എങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ നീതി 100% റൈഷ്യസ്നെസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെ ലഭിക്കും, എങ്ങനെ കണക്കിടും? അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദാമിന്റെ പാപമാണ് ലിറ്ററലായിട്ട് നമ്മുടെ സോളിൽ കണക്കിടുന്നെങ്കിൽ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യന് വന്നുവെങ്കിൽ, ഏക മനുഷ്യന്റെ അനുസരണത്താൽ എല്ലാവരും ഫ്രീ ആയിട്ട്, വിത്തൗട്ട് ദെയർ എനി വർക്ക് എനി എഫേർട്ട്, ഫ്രീ ആയിട്ട് കൺസിഡർ ചെയ്യണമായിരുന്നു. ഇതാണ് ലോകമെമ്പാടും വ്യാജമായിട്ട് പ്രസംഗിക്കുന്ന വിശ്വസിക്കുന്ന സുവിശേഷം. എന്നാൽ അങ്ങനെ നടക്കില്ല. നമ്മളൊരു ഫ്രീ മോറൽ ഏജന്റ് ആയിരിക്കുന്നിടത്തോളം ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്താൽ ദൈവത്തിന് ദൈവമല്ല. നമ്മുടെ മേൽ കമ്പൽസറി ആയിട്ട് ഒന്നും അടിച്ചേൽപ്പിക്കാൻ സാധ്യമല്ല. നമുക്ക് ഇൻഫ്ലുവൻസ് തരാനും സാധിക്കുകയുള്ളൂ. അതാണ് മോറൽ ലോ പറയുന്നത്. ഡിവൈൻ ഗവൺമെന്റ് നിലനിൽക്കുന്നത് മോറൽ ലോയിലാണ്. ഇൻഫ്ലുവൻസ് തരാം, നാം ആണ് സ്വീകരിക്കണം, നാം ആണ് പ്രവൃത്തി ചെയ്യണമോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവരെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ആൾക്കാരെയാണ് കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കുന്നത്. അവരെയാണ് വീണ്ടും ജനനം പ്രാപിച്ചവരെന്ന് വിളിക്കുന്നത്. അതാണ് ഈ ചിത്രത്തിൽ നാം കാണുന്നത്. ഇതുവരെ ആദാം അവരുടെ നാച്ചുറൽ ഹെഡ് ആയിരുന്നു. ഇങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിനോട് ചേരുന്നവരെ ക്രിസ്തു ആയിരിക്കും അവന്റെ തലയായിരിക്കുന്നത്. ഈ ക്രിസ്തുവിനെയാണ് ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മധ്യാകാശത്തിലെ കാഹളനാഥത്തെ വിളിക്കപ്പെടുന്നത്. ആരെല്ലാം ക്രിസ്തുവിൽ വസിക്കുന്നുവോ അവരെടുക്കപ്പെടും. അല്ലാത്തവരെല്ലാവരും തന്നെ ആദ്യം പാതാളത്തിലേക്കും അവിടുന്ന് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്ന് നിത്യമായ നരകത്തിലേക്ക് ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് പോകേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഈ ചിത്രം നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ചിത്രമാണല്ലോ. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഇത്രയും കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരു തീരെയായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഓഫ് കോഴ്സ് ഇത് വചനത്തിൽ നിന്ന് തന്നെയാണ്. വചനത്തിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും ഒരു ഇന്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമേ ആകുന്നുള്ളൂ. അത് സേവിങ് ഫെയ്ത്ത് അല്ല. സേവിങ് ഫെയ്ത്ത് ആകണമെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെടണം. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നിങ്ങളുടെ സോളിലുള്ള പാപത്തിന്റെ ശക്തി, അതിന്റെ ന്യായവിധി, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മേൽ വസിക്കുന്ന ശിക്ഷ എന്താണ്. ഇതാണ് പിതാവിനാൽ ആകർഷിക്കപ്പെടുന്ന പദ്ധതി. അതാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമ്മുടെ സോളിലെ പാപത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നത് ഈ പ്രസംഗത്തിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാകും, യെസ്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്തത്,
എനിക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിന്റെ കൂടെ ചേർന്ന് എനിക്ക് വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് നിത്യതയിൽ ക്രിസ്തുവിന്റെ കൂടെ വാഴുന്ന ആഗ്രഹമുണ്ട്. പക്ഷേ പല പല തോട്ടുകൾ എന്നെ ഭരിക്കുകയാണ്. ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, ഞാനായിരിക്കുന്ന സമൂഹം, ഇതെല്ലാം എന്ത് ചിന്തിക്കും, ഇതെങ്ങനെയാവും, ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാകാം, കുറച്ച് കാലം കഴിഞ്ഞിട്ടാകാം, ഇന്ന കാര്യങ്ങളായിട്ടാകാം. ഇതൊക്കെ പാപത്തിന്റെ തോട്ടുകളാണ്. നിങ്ങൾ വസിക്കുന്ന ഈ പാപം നിങ്ങളെ ചെറിയ ചെറിയ തോട്ടിൽ കൂടെ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള നല്ല ചിന്തകളെ അടിമപ്പെടുത്തി കളയാണ്. Now you have the right, you have the ability to throw that out. നിങ്ങളുടെ പ്രാണന്റെ, നിങ്ങളുടെ ആത്മാവിന്റെ വിഷയമാണ്. ഇവിടെ ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, കുഞ്ഞുങ്ങളായിട്ട്, സമൂഹമായിട്ട്, മറ്റേതൊരു വിഷയമായിട്ട്, it should not bind you. You have to overcome. അതിനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സഹായം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. ഒരേ ഒരു വഴിയുള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാണ് അധികാരം. As many as received him, they shall be called the children of God. John chapter 1 verse 12. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് ഈ കൊരിന്ത്യർ 12-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവിനല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. ഇതിന്റെ ലിറ്ററൽ മീനിങ് മാത്രം എടുക്കുകയാണെങ്കിൽ എന്താ ബുദ്ധിമുട്ട്? ഞാൻ 1000 പ്രാവശ്യം പറയാം യേശു കർത്താവാണെന്ന്. യെസ്, യേശുവിന്റെ ലോർഡ്ഷിപ്പ് ഇന്ന് മിക്കവാറും ക്രിസ്തീയ ഗോളത്തില് 90% അംഗീകരിക്കുന്നുണ്ട്. ക്രിസ്മസിന് കള്ളു കുടിക്കുകയും ദുഃഖ വെള്ളിയാഴ്ച കുരിശും പിടിച്ച് മല കയറുകയും വീണ്ടും ഈസ്റ്ററിന് കള്ളു കുടിക്കുന്ന കത്തോലിക്കിനും പറയും വളരെ ഭക്തിയോടുകൂടിയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസ പ്രമാണം നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇന്റലക്ച്വൽ ഫെയ്ത്ത് മാത്രമേ ആകുന്നുള്ളൂ. വിശ്വാസത്തിന്റെ പ്രവൃത്തി വരണമെങ്കിൽ പരിശുദ്ധാത്മാ പിതാവിനെ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് നമ്മുടെ പാപത്തെയും അതിന്റെ ന്യായത്തെക്കുറിച്ച് ബോധം വന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എബിലിറ്റി, നാച്ചുറൽ എബിലിറ്റി, അതിനെ റീനൗൺസ് ചെയ്ത് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കണം. നമ്മുടെ സോളിന്റെ, നമ്മുടെ ഫ്രീ വില്ലിന്റെ ഫുൾ കൺട്രോൾ മുമ്പ് പാപത്തിന് ദാസിമാരെ ഏൽപ്പിച്ചു കൊടുത്ത പോലെ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. പിന്നെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നല്ല സ്ട്രോങ് ഇൻഫ്ലുവൻസ്, നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇൻഫ്ലുവൻസ് പിന്നെയും വരും. നല്ല ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷെ ഓപ്പോസിറ്റ് തോട്ട് വന്നാലും അതിനേക്കാൾ സ്ട്രോങ് ഇൻഫ്ലുവൻസ് തന്നുകൊണ്ട് സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവരായി ക്രിസ്തു നിങ്ങളുടെ ജീവന്റെ മാർഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കും. അതാണ് പറഞ്ഞത്, വ്യാജമണം സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയില് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ അവൻ ശക്തനാണെന്ന്. ഇതിനെ പറയുന്നതാണ് പരിശുദ്ധാത്മാവിനാൽ, അല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ മറിയയുടെ ഉദരത്തിൽ യേശു ഉരുവായതുപോലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ നിങ്ങളുടെ മനുഷ്യ ആത്മാവില് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു ഉരുവാകണം. അതാണ് പത്രോസ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 23 പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ വീണ്ടും ജനിച്ചവരെ കുറിച്ചാണ് ഞാൻ ഇവിടെ ചെറിയ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഹ്യൂമൻ സ്പിരിറ്റ് മാത്രമേ ജീവിക്കുന്നുള്ളൂ. നിത്യജീവനായ ക്രിസ്തു, ജീവിച്ചിരിക്കുന്നവനായ ക്രിസ്തുവിനെ ആര് കൈക്കൊള്ളുന്നുവോ അവിടെ മരിച്ചിരുന്ന സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ് വീണ്ടും ഫുൾ ആക്റ്റീവ് ആവുകയും ജീവിക്കുകയും ചെയ്തു. എന്നാൽ സോളും ബോഡിക്കും ഇനി റീഫോർമേഷൻ നടക്കേണ്ട ആവശ്യകതയുണ്ട്, രൂപാന്തരം നടക്കേണ്ട ആവശ്യകതയുണ്ട്. അതാണ് ഫസ്റ്റ് തെസ്സലോനിക്കൻസ് ചാപ്റ്റർ 5 വേഴ്സ് 23 പോൾ പറയുന്നത്, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും. സൃഷ്ടിപ്പില് ആദ്യം ശരീരമാണ് ഉണ്ടാക്കുന്നത്, പിന്നെ ദൈവത്തിന്റെ വായിൽ നിന്ന് ജീവശ്വാസം വന്നപ്പോൾ ജീവനുള്ള ദേഹിയായി തീർന്നു, പ്രാണനും ആത്മാവും കടന്നു വന്നു. ഇതിന്റെ നേരെ റിവേഴ്സ് ആയിട്ട് നാം ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കുമ്പോൾ വീണ്ടും ജനിക്കുന്നത് മനുഷ്യ ആത്മാവാണ്. അതാണ് പോൾ പറയുന്നത്, അവന്റെ പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും അശേഷം, ഒട്ടും പോലും ശേഷിക്കാതെ അവൻ വെല്ലായിരിക്കണം, ജീവനുള്ളതായിട്ട് വെളിപ്പെടണം. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന മൂവ്മെന്റ് നിങ്ങളുടെ മനുഷ്യാത്മാവ് ജീവിച്ചു, ഇനി പ്രാണനും നിങ്ങളുടെ ശരീരത്തിലും പല പല രൂപാന്തരങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിന് ഓരോരോ സ്റ്റെപ്പിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പ്രാണന്റെ ഉള്ള ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുകയും, ഇപ്പോൾ പാപത്തെക്കുറിച്ച് വെളിപ്പെടുത്തി, അതേപോലെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ എന്തിനായി യേശുവിനെ സ്വീകരിച്ചു. യേശു എന്ന റിലേഷൻ
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾക്ക് പാപത്തിന്റെ ടെംപ്ടേഷൻ ഉണ്ടായാലും പാപം ചെയ്യാതെ വേണം നിങ്ങളെ സൂക്ഷിക്കും. പ്രൊവൈഡഡ് നിങ്ങളുടെ ഫ്രീ വില്ലിൽ കൺട്രോൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ. അതുകൊണ്ടാണ് നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നത്, പഴയ സ്വഭാവങ്ങളൊക്കെ മാറിപ്പോകുന്നത്. പിന്നെ നമ്മൾ ചില ഹ്യൂമൻ നേച്ചറുകളുണ്ട്, ദൈവകൃപയാൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പിതാവിനെ ആകർഷിക്കപ്പെട്ട് വരുന്ന എവിടെയാ? ഇത് കാണുന്നത് സമാഗമന കൂടാരത്തിന്റെ ചിത്രമാണല്ലോ. ഓക്കെ, നിങ്ങൾ പിതാവിനെ ആകർഷിക്കപ്പെട്ട് വരുന്ന എവിടേക്കാ? ആദ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധം ഉളവാക്കി നിങ്ങൾ വരുന്നത് ഈ വാതിലിലേക്കാ. യേശു പറഞ്ഞു, ഞാനാകുന്നു വാതില്. തന്റെ പ്രായശ്ചിത്തത്തിന് കൂടെ ഒരു വാതിൽ തുറക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഐ ആം ദ ഡോർ. He himself personally is the door. ഇതാണ് മിക്കവാറും വിശ്വാസികൾ പോലും മനസ്സിലാക്കാത്തത്. നമ്മുടെ നഷ്ടപ്പെട്ട രക്ഷയിൽ നിന്ന് നമുക്ക് തിരിച്ച് ദൈവത്തോട് റീകൺസൈൽ ആകണമെങ്കിൽ ഡോറിന്റെ അടുത്തേക്ക് നാം വരണം. ഈ ഡോറ് കാണിക്കുന്നത് സുവിശേഷം 4 തൂണിലാണ് നിർത്തിയിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിന്റെ സുവിശേഷം, അതാണ് ഞാൻ ഇപ്പോൾ ഘോഷിക്കുന്നത്. ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണുന്നത് ഈ യാഗപീഠമാണ്, കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം. അതാണ് ക്രൂശിൽ കർത്താവ് സഹിച്ച കഷ്ടത. അതാണ് പറഞ്ഞത്, അവന്റെ രക്തം പോലെ പ്രായശ്ചിത്തമാകുക. ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പാപത്തെ കുറിച്ച് അനുതാപം ഉണ്ടാവും, മാനസാന്തരം ഉണ്ടാവും. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. വളരെ ശക്തമായ ഇൻഫ്ലുവൻസോട് കൂടി ആയിരിക്കും. ഞാൻ പറയുന്ന മാതിരിയല്ല, പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ നിങ്ങളുടെ എല്ലാവിധ പേഴ്സണൽ ഡിസയേഴ്സ്, ഫ്ലഷിന്റെ ഡിസയേഴ്സ്, വിശ്വാസിയാണെങ്കിലും അല്ലാത്തവരെത്താണെങ്കിലും ഇനിയും ശേഷിച്ചിരിക്കുന്ന ഫ്ലഷിന്റെ ഡിസയേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുകയും നിങ്ങളെ അതിൽ നിന്ന് റിപ്പന്റ് ചെയ്യുവാൻ, റീനൗൺസ് ചെയ്യുവാൻ തക്കവണ്ണം വളരെ ശക്തമായ ഇൻഫ്ലുവൻസോട് ആർക്കും എതിർത്തുകൂടാൻ പറ്റാത്ത ശക്തിയും പരാക്രമമുള്ളവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ ആത്മാവിന്റെ മുമ്പിൽ മനുഷ്യരുടെ പാസ്റ്റർമാരുടെ എതിർത്ത് പോലെ എതിർത്ത് നിൽക്കാൻ സാധ്യമല്ല. സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്തതിന്റെ മുമ്പില്, ഈ യാഗപീഠത്തിന്റെ മുമ്പില്, ഈ പ്രായശ്ചിത്തത്തിന്റെ മുമ്പില് ഞാൻ ചെയ്ത അകൃത്യമാണല്ലോ കിടന്ന് കത്തുന്നത്. ഞാൻ കിടന്ന് നരകത്തിലോ വെന്തരിയേണ്ട സ്ഥാനത്ത് എനിക്ക് പകരമായിട്ട് ഇത്രയും പരിശുദ്ധനായവൻ, സറാഫീൻസിന്റെ ആരാധന സ്വീകരിച്ചിരുന്നവൻ, അതിവിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നവൻ, സറാഫീൻസ് 6 ചിറകുള്ള സറാഫീൻസ് ഇത്രയും പരിശുദ്ധനായവനെ നോക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല, ഇത്രയും പരിശുദ്ധന് മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾ യോഗ്യരല്ലെന്ന് പറഞ്ഞു അല്ലകൊണ്ട് 2 ചിറകുകൊണ്ട് മുഖം മറച്ച്, 2 ചിറകുകൊണ്ട് പാദം മറച്ച്, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സൃഷ്ടിതാവരെയാണ് മനുഷ്യൻ മുഖത്ത് തുപ്പുന്നത്, കരണത്തടിക്കുന്നത്. രോമം പറിക്കുന്നവർക്ക് തന്റെ മുതുക്, തന്റെ കവിള് കാണിച്ചു കൊടുക്കൂ, അടിക്കുന്നവർക്ക് തന്റെ മുതുകിനെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ സഹിക്കുന്നുണ്ട് എന്നറിയാമോ? നിന്റെ പാപത്തിന് ശിക്ഷ വഹിപ്പാൻ. അതാ ഈ യാഗപീഠം കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഉരുകിക്കൊണ്ട്, നുറുങ്ങിക്കൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, കർത്താവ് ഐ നീഡ് ദാറ്റ് സാൽവേഷൻ എന്നിട്ട് ഉയർത്തെന്നവനെ കർത്താവ് പറയാണ്, നിന്റെ ശിക്ഷയാണ് ഞാൻ ഈ സമാഗമന കൂടാരത്തിൽ കൂടെ കാണിച്ചത്. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം, അതിലൊരു പ്രാവശ്യം തീ വന്നാൽ പിന്നെ അത് കെടാൻ പാടില്ല. അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതാണ് നിനക്ക് പകരക്കാരനായി തീർന്ന യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം. അതാണ് ദൈവം പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം, ഈ ചിത്രം കൊണ്ട് നിങ്ങൾ കാണാം. ഇത് തന്നെയായിരുന്നു അതിനകത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നതായിട്ടുള്ള ഈ കൃപാസനം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇനി ഞാൻ തെളിയിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ നീതി നമുക്ക് കണക്കിടുന്നതാണ് തെളിയിക്കാൻ പോകുന്നത്. ഈ നിയമപ്പെട്ടകം വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും സദാ മരണശിക്ഷയെ വിധിച്ചുകൊണ്ടിരിക്കുള്ളൂ എന്റെ മേലും. എന്നാൽ ഈ കൃപാസനം കാണിക്കുന്നത് ഈ നിയമപ്പെട്ടകത്തെ അതേ അളവിൽ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. നിയമം നമ്മുടെ മേൽ ആരോപിക്കുന്ന ശിക്ഷാവിധി അത് റൈഷ്യസ് ജഡ്ജ്മെന്റ് ആണ്, നാം പാപികളാണ്. എന്നാൽ കൃപാസനം അവന്റെ പ്രായശ്ചിത്തം കൊണ്ട് അതിനെ മറക്കുകയാണ് ചെയ്തത്. അപ്പൊ ഡിവൈൻ ഗവൺമെന്റ് നോക്കുന്ന അമ്മയല്ല. ഒരു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ, ഈ ആത്മാവ് വീണ്ടും ക്രിസ്തുവാണ് ജീവിച്ചാൽ, ക്രിസ്തുവിന്റെ ശരീരഭാഗം ശരീരത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഡിവൈൻ ഗവൺമെന്റ് നോക്കുന്നത് ഈ ശബ്ദം കേൾക്കുന്നത് നിന്നെയല്ല, ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴ സ്വീകരിച്ച നിന്നെയല്ല, ഉയർത്തെന്നവനെ ക്രിസ്തുവിനെയാണ് നോക്കുന്നത്. ഡിവൈൻ ലോ പൂർണ്ണമായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരിച്ചവനായ
ക്രിസ്തുവിനെയാണ് നോക്കുന്നത്. അവന് ഡിവൈൻ ഗവൺമെന്റ് കൊടുക്കേണ്ട സംരക്ഷണം, ഡിവൈൻ ഗവൺമെന്റ് കൊടുക്കേണ്ട പ്രതിഫലമാണ് ക്രിസ്തുവിൽ വസിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തില് 1 Corinthians chapter 1 verse 30 പറയുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളജിലല്ല, ക്രിസ്തുവേശുവിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തെന്നവനായി വേറൊരുവനാകേണ്ടത്. ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഉയർത്തെന്നവനായി വേറൊരുവനാവേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവനെ പേഴ്സണലായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങളുടെ സെൽഫിന്റെ ഡിസൈഴ്സിനൊക്കെ ത്യജിച്ചു കളഞ്ഞ്, എനിക്കിത് വേണ്ട, ഇത് മരണഹേതുവാണെന്ന് മനസ്സിലാക്കി ത്യജിച്ചു കളഞ്ഞ് ഉയർത്തെന്നവനായി ക്രിസ്തുവിനെ, സ്വർഗത്തിന്റെ ഭൂമിയിൽ സകല അധികാരമുള്ളവനെ, നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ കഴിവുള്ളവനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവ സ്വീകരിക്കുകയാണെങ്കിൽ അതെ, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും, റൈഷ്യസ്നസ്, ക്രൈസ്റ്റ് ഹിംസെൽഫ് യുവർ റൈഷ്യസ്നസ്. ഇതിനെ യെരമ്യാ പ്രവാചകനിൽ കൂടെ നേരത്തെ യെരമ്യാ പ്രവാചകൻ കൂടെ വെളിപ്പെടുത്തിയിരുന്നു. യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തില്, in his days Judah will be saved and Israel will dwell safely. Now this is his name by which he will be called the Lord righteousness. മലയാളത്തിൽ വായിക്കുന്നത്, അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ നമ്മുടെ നീതി. ക്രിസ്തു ഹിംസെൽഫ്, ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് അവർ റൈഷ്യസ്നസ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ക്രിസ്തുവിന്റെ നീതി എങ്ങനെയാ കണക്കിടുന്നതെന്ന്. നമ്മുടെ പ്രവൃത്തി കൂടാതെയല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി. അബ്രാഹാം എങ്ങനെയാ ചെയ്തത്? വിശ്വസിച്ചു, പ്രവൃത്തിയുള്ളത് തെളിച്ചു. നിന്റെ പിതൃജനത്തെയും ചാർച്ചക്കാരെയും ദേശത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. പറഞ്ഞതുപോലെ അവൻ വിട്ടു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അപ്പനെയും ചില സഹോദരന്മാരെയൊക്കെ കൊണ്ടുവന്ന് ഹാരാനിൽ വെച്ച് ദൈവം അവരെ നീക്കി കളഞ്ഞു. 11-ാം അധ്യായത്തിന്റെ അവസാനം. പിന്നീടാണ് 12-ാം അധ്യായത്തില് തുടർന്ന് യാത്ര. മെസോപ്പൊത്തേമിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞതെന്നാണ് അപ്പോസ്തലരുടെ പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സെഫോരസ് വിളിച്ചു പറയുന്നത്. ഇതേപോലെ നമുക്ക് ചിലതിനെ വിട്ടുകളയാൻ മടിയുണ്ട്. പക്ഷെ ദൈവം വിളിക്കുന്നത് എന്താണോ? നീ നിന്റെ പിതൃജനത്തെയും ചാർച്ചക്കാരും ദേശത്തെയും വിട്ട്. കാരണം അതിന് നീ കണ്ടിന്യൂ ചെയ്താൽ, അബ്രാഹാം അവിടെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ അവന് വിഗ്രഹാരാധ്യ തീരുമായിരുന്നു. തന്റെ പ്ലാൻ, തന്റെ കൂടെ സന്തതിയെ കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ കൊടുത്തിരിക്കുന്ന കഴിവിനാ പറഞ്ഞിരിക്കുന്നതാണ്, നീ നിന്റെ പിതൃജനത്തെ ചാർച്ചക്കാരും ദേശത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അബ്രാഹാം വിശ്വസിച്ചു, അത് പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു. അതേപോലെ ഈ വചനം കേട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സിന്നാണ് നിങ്ങൾക്ക് നരകയോഗ്യമാക്കി തീർത്തത്. ആ പാപത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ തോട്ടിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായാൽ ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നിങ്ങൾക്ക് പകരക്കാരനായി ഈ യാഗപ്പെടുത്തി വെന്തിരിഞ്ഞ ഈ ക്രൂശിൽ ശരീരം കിടക്കുമ്പോൾ തന്റെ പ്രാണനും ആത്മാവും നിങ്ങൾ പോകേണ്ട പാതാളത്തിൽ പോയി കഷ്ടം അനുഭവിച്ച, മരണം അനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചാൽ ഡിവൈൻ ഗവൺമെന്റ്, അവനുള്ള നീതിയാണ് നിങ്ങൾക്ക് കണക്കിടുന്നത്. ദിസ് ഈസ് ഹൗ ദ റൈഷ്യസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഇംപ്യൂട്ടിംഗ് ടു ദ ബിലീവേഴ്സ്. ഇങ്ങനെയാണ് വിശ്വാസിക്ക് ക്രിസ്തുവിന്റെ നീതി കണക്കിടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടി ദൈവം കൃപ ചെയ്യുകയാണെങ്കിൽ വേറൊരു ഉദാഹരണത്തിൽ കൂടെയും അത് തെളിയിച്ചു തരാം. ഏകദേശം നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സ്തോത്രം. ഇത്ര പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു സ്ലൈഡിൽ കൂടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആമേൻ, സ്തോത്രം. ഇനി ഞാൻ ഒരു ചെറിയ ക്വസ്റ്റ്യനെയർ എല്ലാത്തിനും ചെയ്യുന്നത് പോലെ തന്നെ ഇട്ടിട്ടുണ്ട്. സ്തോത്രം. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ആൻസർ ചെയ്യുക. ഇനിയും ആൻസർ ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളുടെ അറിവിൽ പരിശോധിക്കാനല്ല, ആമേൻ, നിങ്ങളെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ അറിവിനെ ചോദ്യം ചെയ്യാനല്ല, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടം ചെയ്യാനല്ല. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി ഞാൻ പറഞ്ഞതിൽ പലപ്പോഴും നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 100% പറയുന്നില്ല. അപ്പം ഞാൻ വീണ്ടും അടുത്ത മെസ്സേജിൽ എനിക്ക് എന്നെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ദൈവമേ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ പ്രാണന്റെ ഭർത്താവായിട്ട് ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും
ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് എപ്പിസോഡ് വിരമിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും, ഇനി യൂട്യൂബിൽ കൂടുന്ന എല്ലാ കാലത്തും കേൾക്കുന്ന ഓരോ ജനത്തെയും കർത്താവേ പിതാവിനെ ആകർഷിക്കപ്പെട്ട് ആമേ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുവാൻ, ആ പ്രായശ്ചിത്വത്തിന് മുമ്പേ തന്നെത്താൻ ഉരുകി ഹൃദയം നുറുങ്ങാൻ വിട്ടവരായിക്കൊണ്ട് പാപത്തെ ത്യജിച്ച് നിത്യജീവനായി ക്രിസ്തുവിനെ ഹൃദയത്തിൽ വാഴ സ്വീകരിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.